നിലമ്പൂരിൽ മുസ്ലിം സംഘടനകളുടെ പിന്തുണ ചർച്ചയാക്കി LDF-ഉം UDF-ഉം. വർഗീയ പാർട്ടി PDP അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന MV ഗോവിന്ദൻ. ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടെന്നല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ജമാഅത്തെ ഇസ്ലാമിയുമായി പിണറായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് VD സതീശൻ. തെളിവായി പ്രസ്താവനകൾ. 2009 അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ദേശീയ സാർവദേശീയ രംഗത്തേക്ക് ഒക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അവരുടെ പിന്തുണയും. പിണറായി വിജയൻ പറഞ്ഞാണ്. വാൻഹായ് 503 കപ്പൽ കത്തി അമരുന്നു. വിഫലം. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരം. കാണാതായ 4 പേർക്കായി തെരച്ചിൽ. ഭാരതാംബ ചിത്രത്തിൽ വെട്ടിലായി CPI. സമ്മേളന പോസ്റ്ററിൽ ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയും. പാർട്ടി ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പോസ്റ്റർ അല്ല എന്ന വിശദീകരണം വിവാദമായതോടെ പോസ്റ്റർ പിൻവലിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി വറുതിക്കാലം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. പരമ്പരാഗത യാനങ്ങൾക്ക് വിലക്കില്ല. കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടാം. ലഹരി വ്യാപനത്തിനെതിരെ News 18 കേരളം ക്യാമ്പയിൻ. AD 2025 കൊച്ചിയിൽ തുടക്കം. ഈ ഒരു വൈബ്രന്റ് ക്യാമ്പയിൻ AD 2025 എന്ന രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസുമായി ചേർന്ന് നടത്തുന്ന ഈ ഇനിഷ്യേറ്റീവിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ ആസ് സോഷ്യൽ ബീയിങ്സ് നമ്മളുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്